എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് വീണ്ടും ഒരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തുന്നത് ആ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് സന്ദർശിച്ച് ആ ഭാഗത്ത് സെർച്ച് എന്ന് കാണുന്ന ബാറിൽ ക്ലിക്ക് ചെയ്ത് പോർഷൻ ട്രാക്കർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ ഭാഗത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്നുള്ള പുതിയ സന്ദേശം ഇതുപ്രകാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ആ അപ്ഡേഷൻ 100% പൂർത്തീകരിച്ച് നിങ്ങളുടെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 25.3.1 എന്ന പുതിയ വേർഷൻ നമ്പർ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പാക്കണം. നമുക്കറിയാം, നമ്മൾ പോർഷൻ ട്രാക്കർ ഒരുപാട് കാലങ്ങളായി കുറേയധികം ടീച്ചേഴ്സ് ഡിജിറ്റൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് റെക്കോർഡുകൾ വരുന്നത്. ആ സാഹചര്യത്തിൽ ഈ വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ പുതിയ അപ്ഡേഷനുകളിൽ വരുന്നത് എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യകാലത്തിൽ 2016-17 കാലഘട്ടങ്ങളിലേക്ക് എങ്ങനെയാണോ നമ്മൾ സ്ട്രഗിൾ ചെയ്തത് അതേ രീതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഓരോ അപ്ഡേഷനുകളിലും ഓരോ മാറ്റങ്ങളാണ് പോർഷൻ ട്രാക്കറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന എല്ലാ അപ്ഡേഷനുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് തടസ്സം കൂടാതെയുള്ള അംഗനവാടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ പരാതികളില്ലാത്ത സേവനം നമുക്ക് ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പുതിയ അപ്ഡേഷൻ പ്രകാരം 25.3.1 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ എത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ അപ്ഡേഷനുകൾ വരുമ്പോഴും പോർഷൻ ട്രാക്കറിനകത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിനകത്തുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള അപ്ഡേഷൻ ആയിരിക്കും. അപ്പോൾ ഈ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ. കൃത്യമായി ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്, അതെല്ലാം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പുതിയ ആഡ് ഓണുകളൊന്നും വന്നിട്ടില്ല എങ്കിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ആപ്പിൻ്റെ സ്ഥിരത മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആപ്പ് കൂടുതൽ സ്മൂത്തായി പ്രവർത്തിക്കും. മുമ്പുണ്ടാകാറുള്ള ക്രാഷുകളെല്ലാം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ചിത്രങ്ങൾ വേഗത്തിൽ ലോഡ് ചെയ്യാൻ സഹായിക്കും. നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് നമുക്ക് ഒരുപാട് ചിത്രങ്ങളായിട്ട് കാണുന്ന ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി കാണാനും കൂടുതൽ സ്പീഡ് എടുത്തുകൊണ്ട് അത് ഒരുപാട് ലാഗ് ചെയ്തിട്ടായിരിക്കും ആ ചിത്രങ്ങൾ വരിക. അതെല്ലാം ഒഴിവാക്കുന്ന സാഹചര്യം നിലവിൽ വന്നു. അതേപോലെ AWC ലൊക്കേഷൻ സേവ് ചെയ്യുന്നതിന് മുന്നേ ഇൻ്റർനെറ്റ് പരിശോധിക്കൽ അത് നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലൊക്കേഷൻ സേവ് ചെയ്യുമ്പോൾ നെറ്റ് ഇല്ലെങ്കിലും പ്രശ്നം വരാതിരിക്കാനായി മുൻകൂട്ടി ഇൻ്റർനെറ്റ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തുമെന്നുള്ളതാണ്. പിന്നെ ആബ ഐഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആബ ഫീച്ചറുകൾ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഡാറ്റ കൈകാര്യം കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട്. അതാണ് 4ാമത് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. 5ാമത് മാറ്റം എന്താണ് ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എളുപ്പമാക്കിയിട്ടുണ്ട്. ഗുണഭോക്തൃ പ്രൊഫൈലിൽ മൊബൈൽ നമ്പർ മാറ്റുന്നത് ഇപ്പോൾ കൂടുതൽ ലളിതവും അതേപോലെ തന്നെ വളരെ സ്മൂത്തായിട്ടാണ് ഈ പുതിയ കാര്യങ്ങളിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. അവസാനത്തെ മാറ്റം എന്താണ്, പ്രകടന മെച്ചപ്പെടുത്തലുകളും ഒപ്റ്റിമൈസേഷനും. അതായത് ആപ്പിൻ്റെ മൊത്തത്തിലുള്ള സ്പീഡും പ്രവർത്തന ക്ഷമതയും ഒക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം എന്താണ്, ലാഗ് കുറയും. കൂടുതൽ ഉപയോഗം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് മാറ്റങ്ങൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അത് പോർഷൻ ട്രാക്കറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാനും ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ പോർഷൻ ട്രാക്കറിലെ എൻട്രികൾ പൂർത്തിയാക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, 25.3.1 പുതിയ വേർഷൻ നമ്പർ. താങ്ക് യു.